എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ജൂണിന്റെ അച്ഛനാണെങ്കിൽ മുകളിലോട്ട് വരുന്നത് കാണിച്ചുകൊണ്ടാണ്. അയാൾ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടിട്ട്. അതായത് നമ്മുടെ ഹേജിനാണെങ്കിൽ ഇപ്പോൾ ജൂവോൻ്റെ അടുത്ത് സത്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോൾ US പോകുന്ന കാര്യമെന്ന്. അതേസമയം തന്നെ നമ്മുടെ ജൂവോൺ ആണെങ്കിൽ അവിടെ സൻഹയുടെ കാര്യം പറയും, അവനും ഇപ്പോൾ അവൻ്റെ ഫാമിലിയുടെ അടുത്തോട്ട് പോകാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജൂവോണിൻ്റെ അച്ഛനൊന്ന് ഷോക്കാവും. എങ്കിലും അയാൾ പറയും, നിന്റെ അച്ഛൻ നിന്നെ പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജൂവോൺ ആണെങ്കിൽ ഭയങ്കര വാശി പിടിച്ചിരിക്കുമായിരുന്നു. സൻഹ പറയും, ഞാനിവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന്. എന്നാൽ നമ്മുടെ ജൂവോൺ ആണെങ്കിൽ സൻഹ എടുത്ത് ചോദിക്കും, നിനക്ക് ഒരു തവണയെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നിയില്ലല്ലോ, നിനക്കിപ്പോൾ നിന്റെ ഫാമിലി മതിയല്ലോ, ഞങ്ങളെപ്പറ്റി നിനക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ല. അവിടെയായിട്ട് നമ്മുടെ സൻഹ ചോദിക്കും, പിന്നെ എൻ്റെ ഫാമിലിനെ പിന്നെ ഞാനല്ലേ നോക്കേണ്ടത്, അല്ലാണ്ട് അവരുടെ കാര്യം ആര് കെയർ ചെയ്യാനാ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജൂവോണ് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ വന്ന് അവളുടെ റൂമിലായിട്ട് കയറി കഥ കടച്ച് കുറ്റിയിട്ടങ്ങിരിക്കും. അവിടെയായിട്ട് ഹേജിൻ വന്നിട്ട് ഇവളുടെ അടുത്ത് മിണ്ടാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്യും, എന്നാൽ അവൾ വാതിൽ തുറക്കത്തതേ ഇല്ല. ഇവിടെ നമ്മളുടെ സൻഹയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അതായത് ജൂവോണിനിപ്പോൾ നല്ലതുപോലെ ഹേർട്ടായില്ലേ, എങ്കിലും അവനൊന്നും സംസാരിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സൻഹയാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നതാ. അച്ഛൻ അവനെ പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല എന്ന് അവൻ പറയും. അമ്മ ഇപ്പോഴും തന്നെ 2 തവണയാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത്, ഇനിയെങ്കിലും ഞാൻ എൻ്റെ അമ്മേനെ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് എൻ്റെ അമ്മേനെ നഷ്ടപ്പെടും. ഇതൊക്കെ കേൾക്കുന്ന അവൻ്റെ അച്ഛനാണെങ്കിൽ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ജൂവോൺ ആണെങ്കിൽ ഫുഡൊന്നും കഴിക്കാണ്ട് നേരെ സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങുന്നതാ. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഹേജുനും സൻഹയും കൂടി അവളുടെ പുറകെ പോകാനായിട്ടിറങ്ങും. എന്നാൽ നമ്മളുടെ സൻഹയുടെ അച്ഛൻ പറയും, നിങ്ങൾ വന്നിരുന്ന് ഫുഡ് കഴിക്കും, ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫുഡ് കഴിക്കാൻ കൂടി കിട്ടത്തില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജൂവോൺ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നതാ. അതേസമയം തന്നെ നമ്മളുടെ ജൂവോണിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയും, നീ ഇക്കാര്യത്തിൽ സന്തോഷിക്കല്ലേ വേണ്ട, ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ബോണ്ട് കൂടത്തതേ ഉള്ളൂ എന്ന്. ഇവിടെ നമ്മളുടെ ജൂവോൺ പറയുന്നത് തന്നെ, അതിന് ഞങ്ങൾ യഥാർത്ഥ ബ്രദറും സിസ്റ്ററും അല്ലല്ലോ, ഇത്രയും നാൾ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചത്, എന്നാൽ എനിക്കിപ്പം മനസ്സിലായി ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയുള്ള ബ്രദറും സിസ്റ്ററും ആവാൻ പറ്റത്തില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ സൻഹനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട് വരും. അവളിപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു, അവനും ഇപ്പോൾ അവളുടെ കൂടെ സിയോളിൽ പഠിക്കാൻ വരുന്നതിൽ. എന്നാൽ നമ്മളുടെ സൻഹ അവളെ മൈൻഡ് ആക്കാണ്ട് അവിടെ നിന്നങ്ങ് പോവും. അതേസമയം തന്നെ നമ്മുടെ ഹേജുനാണെങ്കിൽ സൻഹയെ കാണാൻ വന്നിട്ട് പറയും, നീ ജൂവോണിന് ഈ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുകയെന്ന്. എന്നാൽ സൻഹയാണെങ്കിൽ അതിന് റെഡി ആവത്തില്ല. ജൂവോൺ അവിടെ പറയും, നിന്നെ കാണാൻ വേണ്ടിയിട്ട് അവൾ സിയോൾ വരെ വന്നിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സൻഹയ്ക്ക് നല്ല ദേഷ്യം വരും. അവനാണെങ്കിൽ ഹേജുനടുത്ത് ചോദിക്കും, നീ എങ്ങനെ അവളെ ഒറ്റയ്ക്ക് അവിടോട്ട് പറഞ്ഞു വിട്ടത് എന്ന്. പെട്ടെന്ന് തന്നെ അവൻ ഫുഡുമായിട്ട് നമ്മുടെ ജൂവോണെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ക്ലാസ്സിലായിട്ട് വരും. എന്നാൽ അവൾ ഓൾറെഡി അവിടെ നിന്ന് പോയായിരുന്നു. പെട്ടെന്ന് തന്നെ സൻഹയാണെങ്കിൽ ഫുഡ് നമ്മളുടെ ദാലിൻ്റെ കൈ കൊടുത്തിട്ട് അവളെ തിരക്കി പോകാനായിട്ട് ഇറങ്ങും. അതേസമയം തന്നെ ദാലാണെങ്കിൽ ഇപ്പോൾ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ ഫുഡാണെങ്കിൽ അവൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവൾ വിചാരിക്കും ഹേജുനെ കൊണ്ടുപോയി കൊടുക്കാമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഹേജുനും ഇനിയിപ്പോൾ പോകാൻ പോവുമല്ലേ, ഇതിൻ്റെ പേരിൽ അവൾക്ക് അവനെ അവസാനമായിട്ടൊന്ന് മീറ്റ് ചെയ്യാമല്ലോ. എങ്കിലും അവൾ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു, അവൾക്ക് അവനെ മീറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ ദാലാണെങ്കിൽ പ്ലേ ഗ്രൗണ്ടിലായിട്ട് വരുന്നത്. അവിടെ കുറച്ച് ഇറക്കന്മാരാണെങ്കിൽ നമ്മളുടെ ദാലിൻ്റെ ദേഹത്തായിട്ട് ബോൾ തട്ടിത്തെറിപ്പിക്കാനായിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹേജും വന്നിട്ട് അവളെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യും. എന്നിട്ട് രണ്ടുപേരോട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ ഹേജുനാണെങ്കിൽ ദാലിൻ്റെ അടുത്ത് പറയുന്നത്, നീ ഇനിയെങ്കിലും നിന്റെ ഫീലിങ്സ് സൻഹ എടുത്ത് കൺഫസ് ചെയ്യണോ എന്നാ. അവൾ ചോദിക്കും, ഞാൻ കൺഫസ് ചെയ്തില്ലെങ്കിലോ. അപ്പോൾ അവൻ പറയും, നീ കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഏകദേശം ഒരു ഐഡിയ എങ്കിലും ഉണ്ടാവുമല്ലോ നിനക്ക് അവനടുത്ത് ഫീലിങ്സ് ഉണ്ട് എന്ന്. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് സൻഹയുടെ കണ്ണിൽ നീ വെറും ഒരു അനിയത്തി മാത്രമായിരിക്കും എന്നാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ദാലിന് മനസ്സിലാവും ഹേജുനും അവളെപ്പറ്റി അങ്ങനെ തന്നെ ചിന്തിക്കുന്നേന്ന്. അവളവിടെ നല്ലതുപോലെ സങ്കടപ്പെടാൻ തുടങ്ങും. അവൾക്ക് നന്നായിട്ട് അറിയാം ഹേജുനെ അവസാനമായിട്ട് കാണുന്നേന്ന്. എങ്കിലും അവളുടെ ഫീലിങ്സ് കൺഫസ് ചെയ്യാനൊന്നും നിൽക്കത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ സൻഹയാണെങ്കിൽ ജൂവോണിനെ തിരക്കിയ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേസ്ട്രി ഷോപ്പിലായിട്ട് വരുന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ അവൾ അവിടെയുണ്ട്. എന്നാൽ അവൾക്കാണെങ്കിൽ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പേസ്ട്രി കഴിച്ചിട്ട് പോലും അവളുടെ മൂഡ് നേരെയാക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മുടെ ജൂവോൺ ആണെങ്കിൽ സൻഹ എടുത്ത് പറയും, കുഞ്ഞിലെ തന്നെ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു, എങ്കിലും എനിക്ക് അതിൻ്റെ സങ്കടമൊന്നുമില്ല, കാര്യം എൻ്റെ അച്ഛൻ എന്നെ അതേപോലെയാണ് നോക്കിയത്. അതിനുശേഷമാണ് നിങ്ങൾ എൻ്റെ ലൈഫിലോട്ട് വന്നത്. നിങ്ങളെ കാണാൻ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടേ ഉള്ളൂ. എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹ പറയും, നീ വിഷമിക്കണ്ട, ഞാൻ എന്തായിരുന്നാലും എല്ലാ ദിവസവും നിന്നെ കോൾ ചെയ്യാം, വീക്കിലി നിന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. ഇവിടെ നമ്മളുടെ ജൂവോൺ പറയുന്നുണ്ട്, നിനക്ക് പോവാതിരുന്നൂടെ. ഇതും പറഞ്ഞിട്ട് അവൾ നല്ലതുപോലെ സങ്കടപ്പെടാൻ തുടങ്ങും. എന്നാൽ സൻഹ പറയും, എന്തൊക്കെയായിരുന്നാലും ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വരും, പിന്നീട് ഞാൻ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോകത്തില്ല. ഇവിടെ നമ്മളുടെ ജൂവോണ് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൾ അവിടെ പൊട്ടിക്കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രണ്ടുപേരോട് തിരിച്ച് വീട്ടിലായിട്ട് വരുന്നതാണ്. ഇപ്പോഴും നമ്മളുടെ ജൂവോൺ ആണെങ്കിൽ നല്ല അപ്സെറ്റ് ആയിരുന്നു. അവൾ വീട്ടിലെത്തുന്നത് നമ്മളുടെ ഹേജിനാണെങ്കിൽ ഇവളുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന സേവിങ്സ് എല്ലാം വെച്ചിട്ട് ഇവക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ അവൾ പറയും, ഓ നിന്റെ അച്ഛൻ ഇപ്പോൾ പണക്കാരനായതുകൊണ്ട് നിനക്കിപ്പോൾ പൈസയ്ക്കൊന്നും വില ഉണ്ടായിരിക്കത്തില്ല അല്ലേ എന്നും പറയട്ടെ. ഇവളാണെങ്കിൽ നമ്മളുടെ ഹേജിൻ്റെ റൂമിൽ വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം എടുക്കും. എന്നിട്ട് പറയും, നീ ഇപ്പോൾ US പോകാൻ പോവല്ലേ, നിനക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇതെല്ലാം ഞാൻ വയ്ക്കുവാണ്, എനിക്ക് ഇതിൻ്റെ വാച്ച് വേണമെന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഹേജും പറയും, ഇതെൻ്റെ ഫേവറേറ്റ് വാച്ചാണ്, എങ്കിലും നീ ഇത് കയ്യിൽ
വെച്ചോ, ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കിത് സേഫായിട്ട് തന്നാൽ മതി. അവിടെ അവർ ഫുഡിൻ്റെ പേരിൽ അടിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്ന രാത്രി സമയമാവുന്നത് നമ്മളുടെ ഹേജുനാണെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ നിന്ന് നല്ലതുപോലെ കുക്കിംഗ് ഒക്കെ ചെയ്ത് ഇപ്പോഴും ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങും. ഹേജുൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പം നല്ല സങ്കടം ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ പറയാം, എത്രയൊക്കെ പറഞ്ഞാലും കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ നമ്മളെ ഉപേക്ഷിച്ച് പോവുക തന്നെ ചെയ്യും. അവർക്ക് മാറി നിന്ന് പഠിക്കുകയൊക്കെ വേണ്ടേ, ഞാനിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന്. ഇവിടെ നമ്മുടെ ഹേജും പറയും, എത്രയൊക്കെ പറഞ്ഞാലും അച്ഛനെ കാരണമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. ഈവൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ കൂടി എന്നെ അച്ഛനല്ലേ പഠിപ്പിച്ച. അപ്പം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ജുവോന്റെ അച്ഛൻ തന്നെയാണ് ഹേജുനെ ബാസ്കറ്റ് ബോൾ കളിക്കാനൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരാൾ വന്നിട്ട് ഇവരെ രണ്ടുപേരും നോക്കിയിട്ട് പറയും, ആഹാ മോൻ അച്ഛനെ പോലെ തന്നെയാണല്ലോ കളിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ അയാൾക്ക് അറിയത്തില്ലായിരുന്നു നമ്മളുടെ ഹേജുനെന്ന് പറഞ്ഞാൽ ജുവോണിന്റെ അച്ഛൻ്റെ യഥാർത്ഥ മോനല്ല എന്ന്. ഇവിടെ നമ്മളുടെ ഹേജുന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവൻ്റെ അച്ഛനാണ് നമ്മുടെ ജുവോണിന്റെ അച്ഛനെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. വലുതായി കഴിഞ്ഞാലും എല്ലാവരും അവനവൻ്റെ അച്ഛനെ പോലെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അവൻ്റെ കൈക്കൊക്കെ നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹേജുൻ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പ്രസന്റിൽ പറയും, ഇപ്പോൾ കണ്ടില്ലേ ഞാൻ വലിയൊരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് പോവേണ്ട സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത് എന്ന്. എന്തൊക്കെയായിരുന്നാലും അച്ഛൻ നോക്കിക്കോ, ഞാൻ വലുതായി പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും പൊന്നുപോലെ നോക്കൂ എന്ന്. ഇവിടെ നമ്മളുടെ ജുവോന്റെ അച്ഛൻ പറയും, നീ അങ്ങനെ നിന്നിൽ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എവിടെ പോയി നിന്റെ മനസ്സിൽ എന്തൊക്കെയാണോ തോന്നുന്നത് അത് അതേപോലെ തന്നെ ചെയ്യും. അഥവാ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നീ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ നമ്മളുടെ ജുവോന്റെ അച്ഛൻ പറയും. അടുത്ത ദിവസം നമ്മളുടെ സൺഹയാണെങ്കിൽ അവിടെ നിന്ന് സിയോളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങുമായിരുന്നു. ഹേജുനും അവൻ്റെ കൂടെ തന്നെ ഇറങ്ങുന്നത്. ഇവിടെ നമ്മളുടെ ജുവോന്റെ അച്ഛനാണെങ്കിൽ രണ്ടുപേര് യാത്ര അയക്കാനായിട്ട് താഴെ വന്ന് നിൽക്കും. എന്നാൽ നമ്മളുടെ ജുവോൺ മാത്രം വരത്തില്ല. സൺഹയാണെങ്കിൽ അവളെ ഒരുപാട് തവണ കോൾ ചെയ്യും, എന്നാൽ അവൾ ഫോൺ പോലും എടുക്കത്തില്ല. അവക്കാണെങ്കിൽ ഇവർ രണ്ടുപേരും പോകുന്നത് കണ്ടു നിൽക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അവരെ നല്ലതുപോലെ അവോയ്ഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ജുവോന്റെ അച്ഛനാണെങ്കിൽ രണ്ടുപേരെ നല്ലതുപോലെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ അയക്കും. നമ്മുടെ സൻഹയ്ക്കായിരുന്നാലും ഹേജുനായിരുന്നാലും നല്ല സങ്കടമുണ്ട്. അവർ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ നമ്മളുടെ ജുവോന്റെ അച്ഛനായിരുന്നാലും ചിരിച്ചുകൊണ്ടൊക്കെ യാത്ര അയക്കുമെങ്കിലും അയാൾക്കും ഇവർ പോയി കഴിഞ്ഞാൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. നമ്മുടെ ജുവോൺ ആയിരുന്നാലും ഒളിച്ചു നിന്ന് ഇതൊക്കെ നോക്കി നിൽക്കുക. അവളെ കാണുന്നത് നമ്മളുടെ ജുവോന്റെ അച്ഛൻ ചോദിക്കും, നീ ഇവിടെ ഉണ്ടായിരുന്നിട്ട് എന്താ നീ താഴെ യാത്ര അയക്കാൻ വരാഞ്ഞത് എന്ന്. എന്നാൽ അവളൊന്നും മിണ്ടാണ്ട് നേരെ പോയി അവിടെ നിന്ന് ഇഷ്ടം പോലെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ കഴിക്കുന്നതും ഇവന്മാരെ ഓർമ്മ വരുന്നത്. അവൾ നല്ലതുപോലെ അവിടെ നിന്ന് കരയാൻ തുടങ്ങും. സത്യത്തിൽ നമ്മുടെ ജുവോന്റെ അച്ഛന് നല്ല സങ്കടം ഉണ്ടല്ലോ. അയാൾ നമ്മളെ ജുവോണിനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നല്ലതുപോലെ ബിസി ആവുന്നതാണ്. ഇവിടെയാണെങ്കിൽ ഇവരെല്ലാ ദിവസവും കോൾ ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ ജുവോന്റെ അച്ഛനായിരുന്നാലും ജുവോൺ ആയിരുന്നാലും ഇവരെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. ജുവോന്റെ ബർത്ത്ഡേക്ക് ആവുന്നതും ഇവർ നല്ലതുപോലെ വീഡിയോ കോളൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുകയും ഗിഫ്റ്റ് അയക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വർഷങ്ങൾ കടന്നു. ഓരോ വർഷം കഴിയും തോറും നല്ലതുപോലെ ഇവർക്കിടയിൽ ഡിസ്റ്റൻസ് വീഴുന്നുണ്ടായിരുന്നു. അതായത് ഇവർക്കാണെങ്കിൽ പരസ്പരം മീറ്റ് ചെയ്യാനും പറ്റുന്നില്ല, വീഡിയോ കോളും ഇല്ല. അവസാനം അതൊരു മെസ്സേജ് ആയിട്ട് മാറി. പിന്നീട് ആ മെസ്സേജ് ഭയങ്കര ലേറ്റ് ആയിട്ട് വരാൻ തുടങ്ങി. എല്ലാ തവണയും ഇവളുടെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് ഈ വർഷം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നെക്സ്റ്റ് ഇയർ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവക്കൊരു ഗിഫ്റ്റാണ് അയക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ എക്സൈറ്റ്മെന്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഇപ്പോൾ അവളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് പോലും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവളാണെങ്കിൽ അവളുടെ രണ്ട് അച്ഛന്മാരുടെയും കൂടെ മാത്രമാണ് ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഇവന്മാരെ തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷയില്ല, ഇവന്മാരെ എക്സ്പെക്ട് ചെയ്യുന്നതുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു 10 വർഷങ്ങൾ കടന്നു പോകും. നമ്മുടെ ജുവോൺ ഇപ്പോൾ ഒരു വലിയ ലേഡി ആയിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ബേക്കറിയൊക്കെയാണ് നടത്തുന്നത്. അവളുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ മാറിയാ താമസിക്കുന്നത് പോലും. അതേസമയം തന്നെ നമ്മുടെ ദാലിനെ കാണിക്കും. അവള് ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലോയർ ആയിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ നമ്മളുടെ ജുവോണിനെ വിളിച്ചിട്ട് പറയും, എടി ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു കാര്യം അറിഞ്ഞു, നിന്റെ ബേക്കറിയുടെ ചുറ്റിലായിട്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾ എപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട് എന്ന്. എനിക്ക് തോന്നുന്നത് അതൊരു കള്ളനാണെന്ന്, നീ അതുകൊണ്ട് കുറച്ച് സേഫ് ആയിട്ടിരിക്കണം. അത് കേൾക്കുന്നേ നമ്മളുടെ ജുവോൺ നല്ല ടെൻഷനാവും. അതേസമയം തന്നെ അവളുടെ ബേക്കറിയുടെ പുറത്തായിട്ട് ഒരാളിങ്ങനെ കറങ്ങി നടക്കുന്ന കാണിക്കും. അവൻ വന്ന് ഡോർ തുറന്ന് നോക്കാൻ നേരത്ത് അത് ഓപ്പൺ ആയിരുന്നു. അവൻ അതിൻ്റെ അകത്തോട്ടും കയറും. കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ ജുവോൺ അവിടേക്ക് വരും. അവൾ വന്ന് നോക്കുമ്പോൾ ബേക്കറിയുടെ ഡോർ ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് കിടക്കുവാണ്. അവൾ വേഗം തന്നെ അകത്തോട്ട് വന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെയായിട്ടൊരു സൗണ്ട് കേൾക്കും. വേറെ ഒന്നുമല്ല, ഇവനാണെങ്കിൽ ഇവളെ കണ്ടിട്ട് ഒളിച്ചിരിക്കുന്നതും അവിടെയായിട്ടൊരു ഗ്ലാസ് തറയെ വീണ് പൊട്ടിപ്പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജുവോൺ ആണെങ്കിൽ ഇത് കാണുന്നേ ഭയങ്കരമായിട്ട് പേടിച്ചു. അതായത് കുറച്ചു മുന്നേ നമ്മുടെ ദാല് ഇതിനെപ്പറ്റി പറഞ്ഞതല്ലേ ഉള്ളൂ. വേഗം തന്നെ ഇവനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് നമ്മുടെ ജുവോൺ ആണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബെറീസ് എടുത്ത് തറയിൽ വാരി വിതറി എങ്ങിടും. അവൻ അതിൽ ചവിട്ടിയിട്ട് താഴെയായിട്ടങ്ങ് വീഴും. അവൻ്റെ കൈ ആക്സിഡന്റലി നമ്മളുടെ ജുവോന്റെ മുഖത്തായിട്ടും കൊള്ളും. അവൾ വിചാരിക്കും ഇവൻ അവളെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയതാണ്. ഇവൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിലാവും രണ്ടുപേരും. ഇവൻ കൊന്നു കളഞ്ഞ് ഇവന്റെ ഫേസ് കാണിക്കത്തില്ല. അവിടെ പോലീസാണെങ്കിൽ നമ്മുടെ ജുവോന്റെ അച്ഛനെയും അതേപോലെ സൻഹയുടെ അച്ഛനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ജുവോൺ പറയും ഇവനെതിരെ കേസ് കൊടുക്കണോ എന്ന്. ഇവൻ എന്നെ ഉപദ്രവിച്ചു എന്ന് പറയും. പെട്ടെന്ന് തന്നെ ജുവോന്റെ അച്ഛനാണെങ്കിൽ ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ കോളറിൽ
കയറി പിടിക്കുന്നത് അവിടെയായിട്ട് നമ്മളുടെ ഹേജിന്റെ മുഖവാ കാണുന്നത്. ഹേജിനുടനെ എന്നെ പറയും ഞാൻ ഇദ്ദേഹത്തിന്റെ മോനാണ് എന്ന്. ഇവിടെ പോലീസുകാരന് മനസ്സിലാവും ഇവരെല്ലാവരും ഒരു ഫാമിലിയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജുവോൺ പറയും ഇവൻ എൻ്റെ യഥാർത്ഥ ബ്രദർ ഒന്നും അല്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ സൻഹയെ കാണിക്കും. അവനും ഇപ്പോൾ നമ്മുടെ ജുവോണെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ബേക്കറിയിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ബേക്കറിയുടെ അകത്ത് കയറുന്ന അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് സൻഹ ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു. അവൻ വേഗം തന്നെ ഇവളെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലായിട്ട് വരും. ഇവിടെ നമ്മുടെ സൻഹയും ഇവളുടെ കാര്യത്തിൽ നല്ല ഒരേടായിരുന്നു. പോലീസുകാരൻ ചോദിക്കും എന്താ ഇവനും നിന്റെ ഫാമിലിയാണോ? എന്നാൽ നമ്മുടെ സൻഹ പറയും അല്ല ഞാൻ ഇവളുടെ ബ്രദർ അല്ല എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ജുവോണും അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ ഇവരല്ലേ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി പുറത്തോട്ട് ഇറങ്ങും. അവിടെ നമ്മുടെ ജുവോണിന്റെ അച്ഛൻ ചോദിക്കും നീ എന്തിനാ എപ്പോഴും ഇവന്മാർ സ്ട്രേഞ്ചർ ആണെന്ന് പറയുന്നത്? അപ്പൊ നമ്മളുടെ സൻഹ പറയും അവള് പറയുന്നത് ശരിയല്ലേ, ഞാൻ അവളുടെ യഥാർത്ഥ ബ്രദർ ഒന്നും അല്ലല്ലോ. ഇവിടെയായിട്ട് നമ്മളുടെ ജുവോൺ പറയാൻ തുടങ്ങും ശരിയാ നിങ്ങൾ ഇത്രയും നാളും എന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ലല്ലോ. അവിടെയായിട്ട് സൻഹ ചോദിക്കും ഞാൻ നിനക്ക് ഡെയിലി കോൾ ചെയ്യായിരുന്നു, നീയാണ് എന്റെ കോൾ എടുക്കാഞ്ഞത്. ഉടനെ എന്നെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഹേജുവിന്റെ അടുത്ത് ചോദിക്കും നീ എന്നെ വിളിക്കാറ് പോലും ഇല്ലായിരുന്നല്ലോ. അവിടെ നമ്മുടെ ഹേജുൻ പറയും ഞാൻ യഥാർത്ഥത്തിൽ മിലിറ്ററി ട്രെയിനിങ്ങിന് പോയേക്കുമായിരുന്നു. ഞാൻ എൻ്റെ ആ ഒരു പഠിത്തം കളഞ്ഞു, അതേപോലെ തന്നെ ബാസ്കറ്റ് ബോൾ പ്ലേ ചെയ്യുന്നത് കളഞ്ഞു. അതൊക്കെ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിട്ട് വരാൻ. ഞാൻ പലതവണ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ വന്നിട്ടുണ്ട്, എന്നാൽ എനിക്ക് നല്ല ചമ്മലായിരുന്നു എന്നൊക്കെ അവൻ പറയും. ഇവിടെയായിട്ട് നമ്മളുടെ ജുവോണിന്റെ അച്ഛനും സൻഹയുടെ അച്ഛനൊക്കെ പറയും എല്ലാവരും വീട്ടിലോട്ട് വാ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. ഇവിടെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ അവളുടെ ബ്രദേഴ്സ് വന്നതിൽ ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല. അവൾ പറയും എനിക്ക് കുറച്ച് ജോലിയുണ്ട്, നിങ്ങളെല്ലാവരും പൊക്കോ, ഞാൻ പിന്നീട് വന്നോളാം എന്ന്. ഇവിടെ എല്ലാവരും പോവുമെങ്കിലും സൻഹ പറയും ഞാൻ നിന്നെ ബേക്കറിയിലായിട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന്. എന്നാൽ നമ്മുടെ ജുവോൺ പറയും ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ, ഞാൻ ഇനി ഒറ്റയ്ക്ക് എന്നെ മാനേജ് ചെയ്തോളാം. ഇതും പറഞ്ഞിട്ട് അവൾ നേരെ ബേക്കറിയിൽ വരും. അവിടെ നമ്മളുടെ ദാലുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ നമ്മളുടെ ജുവോന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെയായിട്ട് ജുവോൺ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ദാല് പറയും നിനക്ക് എന്തായിരുന്നാലും ഇപ്പൊ സന്തോഷമായില്ലേ, നീ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതുപോലെ അവരെല്ലാവരും തിരിച്ചു വന്നില്ലേ. അപ്പൊ നമ്മളുടെ ജുവോൺ പറയും ഇത്രയും നാളും അവരെങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു. എന്നാൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അത്ര സന്തോഷത്തിലൊന്നുമല്ല, എനിക്കത്ര എക്സൈറ്റ്മെന്റും ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാത്രി സമയത്ത് നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഇവരുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. അവിടെ എല്ലാവരും സംസാരിക്കുന്നത് ഇവന്മാർക്ക് ഗേൾ ഫ്രണ്ടിനെയൊക്കെ ആക്കണ്ടേ എന്നുള്ളതിനെ പറ്റിയാ. അവിടെയായിട്ട് സൻഹ പറയും എനിക്ക് അതിനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല എന്ന്. സൻഹ ഇപ്പോൾ ഒരു ഡോക്ടറായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവരെല്ലാവരോടും ഇരുന്ന് സംസാരിക്കാൻ നേരത്ത് നമ്മുടെ സൻഹയും ഹേജുനും കൂടെ പറയും ഞങ്ങളാണെങ്കിൽ ഇത്തവണ വന്നിരിക്കുന്നത് ജുവോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ തിരിച്ചു പോകത്തില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് രണ്ടുപേരോട് ചേർന്ന് പറയും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജുവോൺ അവിടെ പറയുന്നത് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, നിങ്ങളിവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഷോക്കാകും. അവിടെ ജുവോൺ പറയുന്നുണ്ട് എനിക്ക് ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ ഇവിടെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നല്ല ബിസിയാണ് എന്ന്. എന്നാൽ നമ്മളുടെ ജുവോൻ്റെ അച്ഛൻ പറയും നിന്റെ ഫാമിലി ആയിട്ടുള്ള ഇവരെല്ലാവരും വന്നതല്ലേ, അപ്പോൾ നീ നിന്റെ ഫാമിലിയുടെ കൂടെ അല്ലേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ ജുവോൺ ചോദിക്കും ആരാ പറഞ്ഞത് ഇവരൊക്കെ എൻ്റെ ഫാമിലിയാണ് എന്ന്. അറ്റ്ലീസ്റ്റ് നമ്മളുടെ സർനെയിം പോലും ഒരേപോലത്തതല്ല. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ജുവോൺ അവിടെ നിന്നങ്ങ് പോകും. പെട്ടെന്ന് തന്നെ സൻഹയും ഏജിനും കൂടി ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുറകെയായിട്ട് നടക്കാൻ തുടങ്ങും. ജുവോൺ നല്ല ദേഷ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് രണ്ടുപേർക്കും അവളുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാനുള്ള ധൈര്യം കൂടി ഉണ്ടായിരുന്നില്ല. നമ്മുടെ സൻഹ വന്നിട്ട് ജുവോണിനെ പിടിച്ചിരുത്തി പറയും ഞങ്ങൾ ഇത്രയും നാളിന് ശേഷം വന്നത് തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ജുവോൺ പറയും ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തോ വേണം, നിങ്ങൾ വന്നതിന്റെ പേരിൽ സന്തോഷിക്കണോ? എനിക്കൊരു സന്തോഷവും ഇല്ല. സൻഹ അവിടെ പറയും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന്. അപ്പൊ നമ്മുടെ ജുവോൺ പറയുന്നുണ്ട് ഞങ്ങൾ മൂന്നുപേരും ഇവിടെയും നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്പോഴൊന്നും വരാൻ തോന്നിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനിയേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ പറയാ, ഇനി എന്റെ പുറകെ നടക്കരുത്, എനിക്കതിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. ആക്ച്വലി നമ്മളുടെ സൻഹയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു ജുവോൺ നല്ല ദേഷ്യത്തിലായിരിക്കും. അവനത് പ്ലാൻഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ദാലിന്റെ കൂടെ ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. ദാലാണെങ്കിൽ ഇവന്മാരെ പറ്റിയൊക്കെ നല്ല കാര്യമായിട്ട് ചോദിക്കും. ഇവിടെ നമ്മളുടെ ജുവോണിന് മനസ്സിലാവും അതായത് ഇപ്പോഴും നമ്മളുടെ ദാലാണെങ്കിൽ ഹേജുനിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന്. അവളാണെങ്കിൽ പറയും ഓ അവര് വന്നെന്നും പറഞ്ഞിട്ട് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളുടെ ഫീലിങ്സ് ഒക്കെ പറയും. അടുത്ത ദിവസം രാവിലെ രണ്ടുപേരോട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നേരത്ത് അവരുടെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ സൻഹ ഇറങ്ങി വരുന്ന കാണും. ഇത് കാണുന്നത് നമ്മുടെ ജുവോൺ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സൻഹയാണെങ്കിൽ നമ്മുടെ ഹേജുനെയും വിളിച്ച് പുറത്തോട്ടിറക്കും. അവൻ ഡ്രസ്സ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇത് കാണുന്നത് നമ്മളുടെ ദാലിന്റെ കിളി പോവും. അവൾ അവിടെ ബഹളം വെക്കാൻ തുടങ്ങും. നമ്മുടെ ഹേജുനും ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ സൻഹയാണെങ്കിൽ പറയും എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹേജുൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നങ്ങ് പോവും. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ നമ്മുടെ ഈ ഹേജുനെ പിടിച്ചെടുത്തിട്ട് ചോദിക്കും നിങ്ങളിവിടെ മനഃപൂർവ്വമല്ലേ ഈ അപ്പാർട്ട്മെന്റിന്റെ അടുത്തത്, ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നു എന്നറിഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹേജുനത് സമ്മതിച്ചു കൊടുക്കും. ഇവിടെ നമ്മളുടെ
നമ്മളുടെ ജുവോണിന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലായിരുന്നു. അവള് പറയും എനിക്ക് ബേക്കറി പോകാനുള്ള ടൈമായി, നീ എൻ്റെ ബേക്കറിയിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സൻഹേനെയാണ്. അവനാണെങ്കിൽ അവിടെ ഉള്ളൊരു ഹോസ്പിറ്റലായിട്ട് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യും. അവിടെയായിട്ട് നമ്മളുടെ പണ്ടത്തെ ജുവോണിന്റെ ആ ഒരു ബോയ് ഫ്രണ്ട് ഇറക്കാനില്ലേ, അവനും ഉണ്ടായിരുന്നു. ഇവൻ നമ്മുടെ സൻഹ എടുത്ത് ഒന്ന് സംസാരിക്കാനിരിക്കും. എന്നാൽ നമ്മുടെ സൻഹയ്ക്ക് അവനെ മനസ്സിലാവത്തതേ ഇല്ല. ഇവിടെ നമ്മളുടെ ജുവോന്റെ ആ ബോയ് ഫ്രണ്ട് ഇറക്കുന്നില്ലേ, അവൻ നമ്മുടെ സൻഹ അടുത്തൊന്ന് സംസാരിക്കുന്നേ. അവന്റെ പേര് കാണുന്നേ സൻഹയ്ക്ക് ഓർമ്മ വരും, ഇവൻ ആരാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചെറുക്കൻ പറയാൻ തുടങ്ങും, നിന്നെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ലവനെ പെട്ടെന്ന് ഓർമ്മ വന്നു എന്ന്. അവിടെയായിട്ട് നമ്മളുടെ സൻഹയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഹീജു ഉണ്ടായിരുന്നു. അവൾ വന്നിട്ട് സൻഹ എടുത്ത് ചോദിക്കും, നിനക്ക് എന്താ തോന്നുന്നത്, ഹീജുനും ഇപ്പോൾ എന്നെ ഓർത്തോണ്ടിരിക്കുകയായിരിക്കും, അവൻ എന്നെ മറന്നു കാണുമോ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സൻഹ വലിയ മൈൻഡൊന്നും ആക്കാണ്ട് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീജുനാണെങ്കിൽ ജുവോനെ കാണാൻ വേണ്ടി അവളെ ബേക്കറിയിലായിട്ട് വരുന്നതാണ്. ജുവോൺ ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനാ എൻ്റെ അപ്പാർട്ട്മെന്റ് അടുത്തായിട്ട് വന്ന് താമസിക്കുന്നേ, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കെയറിങ് ഉണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് കാണിച്ചാൽ പോരെ. അവിടെ നമ്മുടെ ഹേജും പറയും, ഞാനിവിടെ വന്നത് തന്നെ നിങ്ങളെ രണ്ടുപേരും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളുടെ ജുവോൺ പറയുന്നുണ്ട്, ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമൺ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമെങ്കിൽ എൻ്റെ അച്ഛനെ പോയി സഹായിച്ചാൽ മതി എന്ന് പറയും. ഇവിടെ നമ്മളുടെ ഹേജും പറയുന്നുണ്ട്, എന്തായിരുന്നാലും നീ വിഷമിക്കേണ്ട, ഞാൻ എല്ലാം ഉടനെ എന്നെ മാനേജ് ചെയ്തോളാം എന്ന്. ഇവിടെ നമ്മുടെ ഹേജിന് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ജുവോൺ ചോദിക്കും, സന്നയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറാണ്, എങ്കിൽ നീ എന്തോ ചെയ്യുന്നത്, മര്യാദയ്ക്ക് നല്ല ഷൂ വാങ്ങിച്ചിട്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹേജുന്റെ കയ്യിലായിട്ട് അവള് കുറച്ച് ക്യാഷ് എടുത്തു കൊടുക്കും. പെട്ടെന്ന് തന്നെ ഹേജും പറയും, എൻ്റെ കാലിൽ കിടക്കുന്നതും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണ്, എന്താ നിനക്ക് എന്നെ ഇങ്ങനെ കണ്ടിട്ട് നിനക്ക് നാണക്കേട് വല്ലതും തോന്നുന്നുണ്ടോ. ഇവിടെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഇവനെ പറ്റി ആലോചിച്ച് നല്ല കെയറിങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവളിപ്പോൾ ഇങ്ങനെ ചെയ്തത് തന്നെ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹേജുനാണെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് മെസ്സേജ് വരും. അതായത് അവനാണെങ്കിൽ നമ്മുടെ ജുവോണിന്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബ്രോക്കറാണ് ഇപ്പോൾ അവനെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സൻഹയാണെങ്കിൽ ജുവോണിന്റെ പഴയ ബോയ് ഫ്രണ്ടിലെ അവനെ പിടിച്ചിരുത്തിയിട്ട് ഈ 10 വർഷത്തിനിടയിൽ നമ്മുടെ ജുവോണിന്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതാണ്. അവക്ക് വല്ല ബോയ് ഫ്രണ്ടും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നത് അവനാണെങ്കിൽ അങ്ങോട്ട് പറയാൻ വരുന്നത് പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി വന്നിട്ട് അവൻ അവിടെ നിന്ന് പോവേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ജുവോൺ ആണെങ്കിൽ അവളുടെ ബേക്കറിയൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് പുറത്തായിട്ട് നമ്മുടെ സൻഹ ഇവക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവൻ ചോദിക്കും, ഞാൻ നിന്റെ വീട് വരെ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജുവോൺ ചോദിക്കും, നിന്റെ പറച്ചിലേട്ടാ തോന്നുന്നു നമ്മൾ രണ്ടുപേരും 2 സ്ഥലത്താണ് താമസിക്കുന്നത് എന്ന്. അവിടെ ഇവർ രണ്ടുപേരും സംസാരിച്ചിങ്ങനെ നടന്നു വരാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ സൻഹയാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം ബാർ വാങ്ങിച്ചുകൊണ്ടിരും. അപ്പോൾ നമ്മുടെ ജുവോൺ ചോദിക്കും, എന്തിനാ ഇപ്പം ഐസ്ക്രീം ബാർ. അപ്പോൾ നമ്മുടെ സൻഹ പറയും, അന്ന് നമ്മൾ ഒരുമിച്ച് കഴിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടേ ഇല്ല. എന്നാൽ നമ്മുടെ ജുവോൺ അതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ സൻഹയാണെങ്കിൽ എപ്പോഴൊക്കെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജുവോണിന്റെ കൂടെയായിരുന്നു. അവൻ അതാണ് അവിടെ മീൻ ചെയ്തത്. രണ്ടുപേരും സംസാരിച്ച് പെട്ടെന്ന് തന്നെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട് എത്തും. പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹ ചോദിക്കും, നമുക്ക് കുറച്ചും കൂടി നടന്നാലോ എന്ന്. എന്നാൽ നമ്മുടെ ജുവോൺ അതിന് റെഡിയേ ആയിരുന്നില്ല. അവൾ വേഗം തന്നെ അകത്തോട്ട് പോകാനായിട്ട് ഇറങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹയാണെങ്കിൽ അവളെ വിഷ് ചെയ്യും. അതായത് അവളുടെ ബർത്ത്ഡേ വരുമായിരുന്നു. അവൻ പറയും, എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് ഉള്ളത്, അതുകൊണ്ട് എനിക്ക് നിന്റെ ബർത്ത്ഡേയുടെ അന്ന് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഫസ്റ്റിലെ വിഷ് ചെയ്യാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഇപ്പോൾ വന്ന് പറഞ്ഞത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹേജുനാണെങ്കിൽ ജുവോണിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അപ്പാർട്ട്മെന്റ് ഫ്രണ്ടിലായിട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ ദാല് പറയും, അവൾ നേരത്തെ തന്നെ ജോലിക്ക് പോയി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹേജുനാണെങ്കിൽ ദാലിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറയും, ഇപ്പോഴും നീ പഴയതുപോലെ തന്നെ ആയിരിക്കുന്നത്. എന്നെ ഇത് കേൾക്കുന്നത് നമ്മുടെ ദാലിനാണെങ്കിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തൊന്നുമില്ല. അവള് വിചാരിക്കുന്നത് ഇപ്പോഴും ഞാൻ പണ്ടത്തെ പോലെ അൺഅട്രാക്റ്റീവ് ആണെന്നാ. അത് കേട്ടിട്ട് അവള് ഭയങ്കര അപ്സെറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീജുനാണെങ്കിൽ സൻഹനെ വിളിച്ചിട്ട് പറയും, അതായത് ജുവോൺ നേരത്തെ തന്നെ അവളുടെ ജോലിക്ക് പോയി എന്ന്. സൻഹ ഇവിടെ പറയുന്നത് തന്നെ, നീ അവൾക്ക് കുറച്ച് ടൈം കൊടുക്കുക, അവൾ തന്നെ നമ്മുടെ അടുത്തൊന്ന് സംസാരിച്ചോളൂ എന്ന്. ആ ടൈമിലായിട്ട് നമ്മുടെ സൻഹയ്ക്കാണെങ്കിൽ അവൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് മെസ്സേജ് വരും. അവർ പറയുന്നത്, നീ നിന്റെ വെക്കേഷൻ നല്ലതുപോലെ ആഘോഷിക്ക്, ഞങ്ങളിവിടെ മാനേജ് ചെയ്തോളാം എന്ന്. നമ്മുടെ സൻഹയാണെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കും, ഞാൻ എന്തായിരുന്നാലും സൂഹിനെ വിളിച്ചോളാം എന്ന്. പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ സമാധാനം ഇല്ലാണ്ട് അവനെ തിരിച്ച് കോൾ ചെയ്യാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ സൂഹി വരും. അവൾ വന്നിട്ട് അവളുടെ അമ്മയുടെ ചോദിക്കും, അമ്മ എന്തിനെങ്ങനെ കൂടെ ചേട്ടനെ ശല്യം ചെയ്യുന്നത്, ഞാനുണ്ടല്ലോ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്റെ വെക്കേഷനെ ഒന്ന് ആസ്വദിക്കാൻ വിട്ടേരേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജുവോണിനെയാണ്. അവളുടെ ബർത്ത്ഡേ ആയിട്ട് അവളിൽ നിന്ന് നല്ല അപ്സെറ്റ് ആയിരുന്നു. അവൾക്കാണെങ്കിൽ അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനേ ഒട്ടും ആഗ്രഹമില്ല. അവിടെയായിട്ട് വീട്ടിലെല്ലാവരും നമ്മളുടെ ജുവോണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അവള് മാത്രം വന്നാൽ മതി. അവസാനം അവൾ അവിടെയായിട്ട് വരും. എല്ലാവരുടെയും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും. ഇവളുടെ മൂഡ് നേരെ അല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇവളുടെ മൂഡ് നേരെയാക്കാനൊക്കെ ആയിട്ട് നോക്കും. അവിടെയായിട്ട് കേക്ക് മുറിക്കാനായിട്ട് വരുന്നത് നമ്മളുടെ ജുവോൺ പറയും, ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല, ഞാൻ ഓൾറെഡി എല്ലാവരും പറഞ്ഞതല്ലേ എനിക്ക് ഇനി തൊട്ട് ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ എല്ലാ ബർത്ത്ഡേക്ക് ഇവന്മാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവസാനം ഇവള് സഹി കേട്ടിട്ടാണ് ഇവളുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് തന്നെ, എനിക്ക് ഇനി തൊട്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്ന്. അവൾ അതിനെ പറ്റിയൊക്കെ സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ അവൾ എല്ലാവരും
ഓരോരോ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ തുടങ്ങും. ആദ്യമേ തന്നെ ഹേജുവിൻ്റെ അടുത്താ ചോദിക്കുന്നത്, ഈ 5 വർഷമായിട്ട് നീ എന്താ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാഞ്ഞത്? നീ ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ലല്ലോ. അച്ഛൻ എന്തുമാത്രം നിന്റെ കാര്യത്തിൽ ടെൻഷൻ ആയിരുന്നെന്ന് നിനക്കറിയാവോ എന്നും പറഞ്ഞിട്ട് ചോദിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജുവോന്റെ അച്ഛൻ പറയും, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ, ഇപ്പൊ അവൻ തിരിച്ചു വന്നില്ലേ, അതല്ലേ ഏറ്റവും വലുത്. ഇവിടെയായിട്ട് നമ്മുടെ ഹേജുനാനെ ഒന്നും പറയത്തില്ല. പെട്ടെന്ന് തന്നെ സൻഹ പറയും, അവന് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അവന്റെ കാലിന് നല്ല പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു, അവൻ അതിനുശേഷം ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ അവന് നടക്കാൻ പോലും പറ്റത്തില്ല എന്നാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹേജും പെട്ടെന്ന് തന്നെ സൻഹനെ തടയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജുവോന്റെ അച്ഛന് ഭയങ്കര സങ്കടമാവും. അയാൾ വേഗം തന്നെ ഇവന്റെ കാലൊക്കെ പിടിച്ചു നോക്കും. അയാൾ നല്ലതുപോലെ ഇമോഷണൽ ആവും. അപ്പൊ നമ്മുടെ ഹേജും പറയും, ഇത് വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു പരിക്കേ പറ്റുള്ളൂ, എനിക്ക് പിന്നെ ഗെയിം കളിക്കാൻ പറ്റില്ല, അതേ ഉള്ളൂ പ്രശ്നം എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജുവോന്റെ അച്ഛൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അടുക്കളയിലായിട്ട് പോകും. അയാൾ നല്ല ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവർ 3 പേരും അവിടെ നിന്ന് ഇറങ്ങി പുറത്തു വന്ന് അങ്ങ് നിൽക്കും. ഇവിടെ നമ്മുടെ ജുവോണിന് നല്ല സങ്കടമുണ്ട്. ഹേജുനാണെങ്കിൽ അവന്റെ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറാൻ ഒരുങ്ങുന്നത് നമ്മുടെ ജുവോൺ പറയും, വേണ്ട, അച്ഛന് കുറച്ച് സമയം കൊടുക്കുക, അച്ഛൻ പിന്നീട് അങ്ങ് ഓക്കെ ആയിക്കോളൂ എന്ന്. അങ്ങനെ ഇവർ 3 പേരും അവിടെ ഒരു ഗാർഡനിലായിട്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ജുവോൺ നല്ല സങ്കടത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ സൻഹ എടുത്ത് വയ്ക്കും, നീ പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. സൻഹ പറയും, എൻ്റെ അടുത്ത് ഈ ഹേജുൻ തന്നെയാണ് പറഞ്ഞത്, ആരടുത്തും പറയണ്ട എന്ന്. ഹേജുൻ പറയുന്നത്, US-ലായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തേനെ, നിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ചേനെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജുവോന്റെ അച്ഛൻ്റെ ടെൻഷനും ഇത് തന്നെയാണ്, എന്തിനാണ് അയാൾ ഇവനെ US-ലോട്ട് പറഞ്ഞു വിട്ടത് എന്ന് ആലോചിച്ചിട്ട്. ഇവിടെ നമ്മളുടെ ജുവോൺ പറയും, നിങ്ങളല്ലേലും ഒന്നും പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ യഥാർത്ഥ ഫാമിലി ഒന്നും അല്ലല്ലോ. ഇവിടെ നമ്മളുടെ ജുവോൺ നല്ല അപ്സെറ്റ് ആയിരുന്നു. സൻഹയാണെങ്കിൽ അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറിൽ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. സൻഹ ഇവിടുത്തെ സോറിയൊക്കെ പറയും, അതായത് അവൻ വരാന്ന് പറഞ്ഞ സമയത്ത് തിരിച്ചു വരാഞ്ഞേല്. അവിടെയായിട്ട് നമ്മളുടെ ജുവോൺ ചോദിക്കും, അല്ല നീ എന്താ വരാഞ്ഞത്, അതിനെന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹയാണ് ഒരു കാര്യം ആലോചിക്കും, അതായത് അവൻ എപ്പോഴൊക്കെ വരാനായിട്ടിരിങ്ങിയാലും അവൻ്റെ അമ്മ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഇത്തവണ അവൻ വരാനായിട്ടിരിങ്ങിയപ്പോഴും അവൻ്റെ അമ്മ അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇവൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ സൻഹ അവളുടെ അടുത്ത് പറയത്തില്ല. അവൻ പറയും, ഞാൻ കുറച്ച് ബിസി ആയി പോയി എന്ന്. ഇവിടെ നമ്മളുടെ ജുവോണ് മനസ്സിലാവും അവൻ എന്തോ അവളുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്ന്. അവളുടെ ബേക്കറിയിലായിട്ട് വരുന്നത് സൻഹയാണെങ്കിൽ ചോദിക്കും, ഇന്ന് രാത്രി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്താലോ എന്ന്. എന്നാൽ നമ്മളുടെ ജുവോൺ പറയും, ഇല്ല, ഞാനാണെങ്കിൽ ദാലിൻ്റെ കൂടെ ഡ്രിങ്ക് ചെയ്യാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ബിസിയാന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഹേജുനാണെങ്കിൽ അവൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാ. അവിടെ അവൻ്റെ അച്ഛൻ ചോദിക്കും, നിനക്ക് പരിക്ക് പറ്റിയ സമയത്ത് നീ നല്ലതുപോലെ വേദനിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, നിനക്ക് അപ്പോഴും തന്നെ അങ്ങ് തിരിച്ചു വന്നുകൂടായിരുന്നോ? എന്നാൽ നമ്മളുടെ ഹേജും പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനത് നല്ലതുപോലെ മാനേജ് ചെയ്തു എന്ന്. ഇവിടെ അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് നല്ലതുപോലെ ഇമോഷണൽ ആവും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ജുവോണിൻ്റെ വൈകുന്നേരത്തെ ആ ഒരു പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ദാൽ എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ 2 ഫ്രണ്ട്സും അവിടേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വരും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹീജുവും വരും. അവൾ വരുന്നത് തന്നെ നമ്മളുടെ ഹേജുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മളുടെ ജുവോണിൻ്റെ ആ പഴയ എക്സ് ബോയ് ഫ്രണ്ടില്ലേ, അവനും വന്നിട്ടുണ്ടായിരുന്നു. ഇവളിവരെയൊക്കെ കാണുന്നതും ഭയങ്കര ഷോക്കാവും. അപ്പോൾ ചോദിക്കും, നിങ്ങളെല്ലാവരും ഇവിടെ എന്തെടുക്കുക എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജുവോണിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഒരു സന്നിക്ക് എന്തായാലും ഇപ്പോഴെങ്കിലും വരാൻ പറ്റത്തില്ല, അവനൊരു സർജറി ഉണ്ട് എന്ന്. നമ്മളുടെ ജുവോൺ വേഗം തന്നെ ഹേജുനെ വിളിക്കും. എന്നാൽ അവൻ്റെയും കോള് കണക്റ്റ് ആവത്തില്ല. അതേസമയം തന്നെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനെയും സൻഹയുടെ അച്ഛനെയും കാണിക്കും. അവരാണെങ്കിൽ അവരുടെ ഇതുവരെയുള്ള സേവിങ്സ് ഒക്കെ എടുത്തു വെച്ച് നോക്കുമായിരുന്നു. ഇവിടെ അവർ നല്ല കൺഫ്യൂസ്ഡ് ആണ്, ഈ പൈസയെല്ലാം അവർ ആർക്ക് വേണ്ടിയിട്ട് ചിലവാക്കുമെന്ന്. നമ്മുടെ സൻഹയുടെ അച്ഛൻ പറയും, ഈ പൈസയുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതേ നമ്മളുടെ ഹേജുനാണ്, നീ അപ്പോൾ അവൻ്റെ കാര്യത്തിൽ ചിലവാക്ക്. സൻഹ എന്തായിരുന്നാലും ഇപ്പോൾ വെൽ സെറ്റിൽഡ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടെ പാർട്ടിയൊക്കെ നടക്കുന്നതാണ്. നമ്മുടെ ഹേജുനാണെങ്കിൽ പുതിയ ഷൂ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവൻ്റെ കയ്യിലുള്ള ആ ഷൂവിനെക്കാട്ടി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് അവൻ നമ്മളുടെ ജുവോണിന് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കും, നീ നിന്റെ സ്വന്തം കാര്യത്തിൽ പൈസ ചിലവാക്കാണ്ട് എന്തിനാ എനിക്ക് ഇത്രയും വലിയ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നത് എന്ന്. അവിടെ അവരെല്ലാവരും നല്ലതുപോലെ പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ സൻഹയാണെങ്കിൽ ഓരോരോ എമർജൻസി കേസിൽ ഭയങ്കര ബിസി ആയിരുന്നു. പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ജുവോണിൻ്റെ അടുത്ത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് പറയും, സൻഹ ഇപ്പോൾ നല്ല ബിസിയാണ്, അവൻ ഇന്നലെ തൊട്ടേ ഉറങ്ങാണ്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അവസാനം നമ്മുടെ സൻഹയാണെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് ജുവോണെ കാണാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കാറിലായിട്ട് ഇരിക്കുന്നതും പെട്ടെന്ന് തന്നെ ജുവോൺ അവന് മെസ്സേജ് ഇട്ട് പറയും, നീ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, പാർട്ടിയെല്ലാം കഴിഞ്ഞു, നീ പോയി റെസ്റ്റ് എടുക്കുക എന്ന്. സൻഹ അങ്ങനെ അപ്പാർട്ട്മെന്റിൽ അടുത്തായിട്ട് വരുന്നത്. അവനാണെങ്കിൽ രാത്രി തന്നെ നമ്മളുടെ ജുവോണിൻ്റെ ആ ഡോറില്ലേ, അവിടെയായിട്ട് അവൻ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് ഇല്ലേ, അതും തൂക്കിയിട്ടാ പോകുന്നത്. രാവിലെ എഴുന്നേക്കുന്നേ നമ്മളുടെ ജുവോൺ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടും. അവൾക്കത് നല്ലതുപോലെ ഇഷ്ടപ്പെടും. അതൊരു ക്യൂട്ടായിട്ടുള്ള ഇയറിംഗ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ദാല് പറയും, എന്തായിരുന്നാലും ഇന്നത്തെ ഡിന്നറിന് പോകുമ്പോൾ നിനക്ക് ഇട്ടുകൊണ്ട് പോകാൻ കമ്മലായല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സൻഹയാണെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കുന്നതാ. അവിടെയായിട്ട് നമ്മളുടെ സൻഹ ചോദിക്കും, ഇന്ന് എന്തായിരുന്നാലും എൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരാൻ പറ്റുമോ എന്ന്. എന്നാൽ നമ്മളുടെ ജുവോൺ പറയും, ഇല്ല, ഞാനിന്ന് വേറെ ആളുടെ കൂടെ പ്ലാൻ റെഡി ആക്കിയിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജുവോന്റെ ആ കഴിഞ്ഞ എക്സ് ബോയ് ഫ്രണ്ടില്ലേ, അവൻ വന്നിട്ട് പറയും, എങ്കിലും അവൾ എന്തിനാ അവനെ ചൂസ് ചെയ്തത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹ ചോദിക്കും, ആരെ ചൂസ് ചെയ്താരോ നീ പറയുന്നേ. അപ്പോൾ നമ്മൾ
നമ്മളുടെ ഈ എക്സ് ബോയ് ഫ്രണ്ട് പറയും അത് ഞങ്ങളുടെ കൂടെ തന്നെ പണ്ട് ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു തന്നെ അവനും ഇപ്പോൾ ഡോക്ടറാണ്. അവൻ കുറേ കാലമായിട്ട് നമ്മുടെ ജുവോന്റെ പുറകെ നടക്കുമായിരുന്നു. അവളിപ്പോൾ അവന്റെ കൂടെ ഡേറ്റിന് പോകാൻ തീരുമാനിച്ചു എന്നാണ് ഞാൻ കേട്ടത് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സന്ധ്യയ്ക്കാണെങ്കിൽ അവളയച്ച മെസ്സേജും ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കേൾക്കുന്ന സന്ധ്യയ്ക്ക് നല്ലതുപോലെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ദാലിനിയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഹേജിന്റെ കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലാഷ് ബാക്കിലുള്ളൊരു സീൻ കാണിക്കും. നമ്മുടെ ജുവോന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ദാല് നല്ലതുപോലെ ഡ്രങ്കൻ ആയിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഹേജിനോട് ചോദിക്കും, നിനക്ക് എന്താ ഇപ്പോഴും എന്നെ കണ്ടിട്ട് പണ്ടത്തെ പോലെ തന്നെയാണോ ഇരിക്കുന്നത്? ഞാൻ എന്തുമാത്രം ഗ്രൂംഡായി, എന്നിട്ട് നിനക്ക് അതിന്റെ വ്യത്യാസം ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവന്റെ മുഖത്ത് പിടിച്ചിട്ട് ചോദിക്കും. പെട്ടെന്ന് തന്നെ ഹേജും പറയും, ശരിയാ നീ ഇപ്പൊ നല്ലതുപോലെ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന്. ഇവിടെ നമ്മുടെ ദാല് തന്നെയാണ് ഹേജിന്റെ അടുത്ത് പറയുന്നത്, നീ എന്നെ ഒരു ഡിന്നറിന് കൊണ്ടുപോകണോ എന്ന്. അങ്ങനെ ആ ഒരു ഡിന്നർ കഴിക്കാനാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ദാലിന് നല്ല ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ സന്ധ്യനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോഴും നമ്മളുടെ ജുവോന്റെ എക്സ് ബോയ് ഫ്രണ്ടിലെ അവൻ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് നല്ല ടെൻഷനിലായിരുന്നു. അതായത് അവളുടെ ഡേറ്റിന് പോവുക എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജുവോൺ ആണെങ്കിൽ ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒരുങ്ങി അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. അവൾ പോയി കഴിയുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ സന്ധ്യ എവിടേക്ക് വരും. അവളെ ഒരുപാട് വിളിക്കും, എന്നാൽ അവളുടെ ഫോൺ കണക്ട് ആവത്തില്ല. അവളുടെ ഫോൺ ബേക്കറിയിൽ വെച്ച് മറന്നിട്ടായിരുന്നു പോയിരുന്നത്. നമ്മുടെ സന്ധ്യ അവളെ ഒരുപാട് തവണ കോൾ ചെയ്യുന്നതും അവിടെയായിട്ട് നമ്മുടെ ജുവോൺ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വരും. അവളാണെങ്കിൽ നമ്മുടെ സന്ധ്യ വാങ്ങിച്ചു കൊടുത്ത ഇയറിംഗ് എല്ലാം ഇട്ടേക്കുന്നത്. ഇത് കാണുന്ന സന്ധ്യക്ക് നല്ലതുപോലെ ഹേർട്ട് ആവും. കൂട്ടത്തിൽ തന്നെ അവൻ പറയും, എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മുടെ ജുവോൺ പറയും, ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞല്ലേ ഞാൻ ബിസിയായെന്ന്. അവിടെയായിട്ട് നമ്മുടെ സന്ധ്യയാണെങ്കിൽ ജുവോന്റെ കൈ പിടിച്ചിട്ട് പറയും, പ്ലീസ് നീ പോവരുത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ എന്ന്. 10 വർഷമായിട്ട് ഞാനിത് നിന്റെ അടുത്ത് കൺഫസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജുവോൺ ഭയങ്കര ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ അവനെ നോക്കി നിൽക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.